കൊട്ടാരക്കര നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ ടേമായാലും മുമ്പത്തെ ടേമായാലും ഇവിടെ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് നമ്മുടെ ഒരേ മനസ്സോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ആരോടും പരസ്പര വിദ്വേഷമോ ഭാവവും ഇല്ലാതെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി പ്രത്യേകിച്ച് ഈ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം വളരെ സൗഹാർദ്ദം, പഞ്ചായത്തിനേക്കാൾ വലിയ സൗഹൃദവും വലിയ നിലയിൽ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വളരെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര ആ നഗരത്തിൻ്റെ പൗരാണികതയും ആധുനികതയും സംയോജിപ്പിച്ചുകൊണ്ട് പോകാൻ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ വരാൻ കൊട്ടാരക്കരയിൽ നിന്നിപ്പോൾ ഉള്ള കൊട്ടാരക്കരയ്ക്കപ്പുറം കൂടുതൽ നേട്ടങ്ങളും വികസനവും വരുന്ന ഒരു പ്രദേശമാക്കി മാറ്റാൻ, ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന പ്രദേശമാക്കി മാറ്റാൻ കഴിയുന്ന വലിയ ഉത്തരവാദിത്വമാണ് ഈ കൗൺസിലിന് ചുമലിലുള്ളത്. അതിനകത്ത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഏറ്റവും ആദ്യം നമ്മുടെ മുനിസിപ്പൽ കൗൺസിലിൻ്റെ പുതിയ മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ പണി ഇപ്പോൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വമായിട്ട് എടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് പ്രവർത്തനങ്ങളും വരികയാണ്. അപ്പോൾ പുതിയ മുനിസിപ്പൽ കൗൺസിൽ ഓഫീസ്, വലിയ സൗകര്യമുള്ള കാര്യങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങളെല്ലാം പല നിർമ്മാണ പ്രവർത്തനങ്ങളുമുണ്ട്. നമ്മുടെ മാർക്കറ്റിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പറ്റും. ഇതെല്ലാം മുനിസിപ്പാലിറ്റിയുടെ നേരിട്ടുള്ളതാണ്. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുറച്ചായി കിടക്കുകയാണ്. അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 1 കോടി രൂപ എങ്കിലും വരുന്ന ഒരു പദ്ധതി MLA എന്ന നിലയിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കൗൺസിലിൽ ആദ്യത്തെ നിങ്ങളുടെ യോഗമാണ് എങ്കിൽ അതിനകത്ത് പറയുകയാണ്. അതിനകത്ത് നമ്മുടെ എല്ലാം കൂടി ആവശ്യം തന്നെയാണ്. അത് ചെയ്യണം. കാരണം ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആകെ പൂർത്തീകരിക്കണം. ഈ കൗൺസിലിൻ്റെ മുന്നിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നടക്കുകയാണ്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എല്ലാ ഭാഗത്തേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് അമൃതിൽ ചേർന്നിട്ടുകൊണ്ട് പൈപ്പുകളുടെ പ്രധാനപ്പെട്ട ടാങ്കിൻ്റെ എല്ലാം കാര്യം നടക്കുകയാണ്. പൈപ്പുകൾ എത്തിക്കാനുള്ള പരിപാടി കൂടി അതിൻ്റെ കൂടെ പൂർത്തീകരിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന മിക്കവാറും എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ പദ്ധതി പൂർത്തീകരിച്ചാൽ കഴിയും. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ചെയർമാനുമായിട്ടുള്ള KP ഗണേഷ് കുമാർ അവர்களാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കുലശേഖരനുള്ളിൽ മത്സരിക്കണമെന്ന് പറഞ്ഞത്. തീർച്ചയായും അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനൊക്കപ്പുറത്തേക്ക് എനിക്ക് വേണ്ടി കഴിഞ്ഞ 20-25 ദിവസക്കാലം കൊട്ടാരക്കര കുലശേഖരനല്ലൂരിലെ വിവിധ വീടുകളിൽ, വിവിധ പ്രദേശങ്ങളിൽ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കം, ചെങ്ങലക്കുട്ടി ചേട്ടനടക്കം, ഇതിനാരുടെയും പേര് മാറ്റിയെടുത്ത് പറയുന്നില്ല, എല്ലാ പ്രത്യേകിച്ച് ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളായിട്ടുള്ള CPM-ൻ്റെയും CPI-യുടെയും നേതാക്കളൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി നിലകൊള്ളും. അവരോടെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ ജനാധിപത്യ മുന്നണിയുടെ കൊട്ടാരക്കര നേതാക്കന്മാർ എല്ലാവരും, രാഷ്ട്രീയമില്ലാത്തവർ, മറ്റ് രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരെല്ലാവരും തന്നെ എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് എനിക്കിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുവാനും ഇവിടെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ ഈ വൈസ് ചെയർമാൻ സ്ഥാനം കിട്ടുവാനും കാരണം. അതെല്ലാം ഒരുക്കിയിട്ടുള്ള സർവ്വശക്തരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നേരത്തെ എനിക്ക് മുമ്പ് നമ്മളെ അഭിനന്ദിച്ച് ആശംസിച്ചവരോട് പറയാനുള്ളത്, ഈ അഭിനന്ദനവും ആശംസയെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇറങ്ങും. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ലൈറ്റ് കത്തിയില്ലെങ്കിൽ അതേ ആശംസ വാക്കുകൾ ഞങ്ങളുടെ നേരെ തിരികെയും ഞങ്ങൾ പിന്നെ ജനപ്രതിനിധി എന്ന നിലയിൽ കേൾക്കേണ്ടതാണത്. അത്തരം കാര്യങ്ങളിൽ ഞാൻ നേരത്തെ ബാലകോത്സവ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വലിയ വികസന പ്രവർത്തനമാണ്. നമ്മുടെ കൊട്ടാരക്കരയ്ക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനം നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് അത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിലാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ IT പാർക്കും കൊട്ടാരക്കര നഗരസഭയുടെ പുതിയ കെട്ടിടവും വരുന്നത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന കുലശേഖരൻ വാർഡിലാണ്.
തീർച്ചയായിട്ടും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട്. വലിയ വികസന പ്രവർത്തനം നടക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് കുടിവെള്ള പദ്ധതി, ഒരു വലിയ പദ്ധതി നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തും കൊട്ടാരക്കര നഗരസഭയും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ള വലിയ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ എൻ്റെ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി പദ്ധതികൾ നടക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഫിലിപ്പച്ചാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി KJ അലക്സ. അദ്ദേഹം പുതിയതായി കടന്നു വന്നിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണെങ്കിൽ പോലും ഈ നഗരസഭയിൽ അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ എല്ലാവർക്കും ജനകീയനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒരുപോലെ കാണണമെന്നാണ്. കൊട്ടാരക്കര നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ ടേമായാലും മുമ്പത്തെ ടേമായാലും ഇവിടെ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെല്ലാവരും നമ്മുടെ ഒരേ മനസ്സോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ആരോടും പരസ്പര വിദ്വേഷമോ ഭാവവും ഇല്ലാതെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി പ്രത്യേകിച്ച് ഈ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം വളരെ സൗഹാർദ്ദം, പഞ്ചായത്തിനേക്കാൾ വലിയ സൗഹൃദവും വലിയ നിലയിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ എന്താണോ സത്യപ്രതിജ്ഞ ചെയ്തത്, തീർച്ചയായിട്ടും സുതാര്യമായി സത്യസന്ധമായി അഴിമതിയില്ലാതെ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരാത്ത നിലയിൽ ഞങ്ങളെ ജനപ്രതിനിധിയാക്കിയിട്ടുള്ളവർ